നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോള് യാത്ര പോവാന്നോ? എവിടേക്ക്? എന്താ മോളെ നീ പറയുന്നേ? ഒറ്റയ്ക്ക് യാത്ര പോകുന്നൊക്കെ പറഞ്ഞാ? അതൊക്കെ ഉണ്ട്. ഒരു സത്യം തേടിയുള്ള യാത്രയാ. തൽക്കാലം രണ്ടാളും അത്ര അറിഞ്ഞാ മതി. ബാക്കിയൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. ഈ ഒരു യാത്ര കൊണ്ട് ലക്ഷ്യത്തിലെത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ യാത്ര ഒരു തുടക്ക. എവിടേക്കാ പോകുന്നേന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോമോളെ. വിജയിക്കുന്ന ഉറപ്പില്ലാത്തൊരു യാത്രയമ്മേ. അതുകൊണ്ടാ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാന്ന് പറഞ്ഞത്. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു മനസ്സമാധാനം വേണ്ടേ മോളെ? ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല അച്ഛൻ ഞാൻ പോകുന്നത്. തന്നെയുമല്ല, എപ്പോ വിളിച്ചാലും എന്നെ ഫോണിൽ കിട്ടുകയും ചെയ്യും. എന്നാലും ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ അമ്മേ. എനിക്ക് കൂട്ടിന് എന്റെ സുധേട്ടന്റെ ആത്മാവില്ലേ. അപ്പൊ പിന്നെ ഞാൻ എന്ത് പേടിക്കാനാ? അതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയുമില്ല. അച്ഛനും അമ്മയെ സമ്മതിക്കണം. എനിക്ക് പറയാനും അനുവാദം വാങ്ങിക്കാനും നിങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. ഏറിയാൽ 2-3 ദിവസം, അതിനപ്പുറം പോവില്ല. മോള് പോകുന്നത് നല്ല കാര്യത്തിനായിരിക്കുമെന്ന് അമ്മയ്ക്കും അച്ഛനും ഉറപ്പുണ്ട്. എങ്കിലും സൂക്ഷിക്കണം. 4 ചുറ്റിനും ശത്രുക്കളാ. എനിക്കറിയാം അമ്മേ. ആ ഒരു കരുതലോടെ ഞാൻ മുന്നോട്ട് പോകും. അല്ല മോളെ, ഇവിടെയുള്ളൊരു തിരക്കുമല്ലോ. മോൾ എവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെ? ഞാനൊരു തീർത്ഥാടനത്തിന് പോയി എന്ന് പറഞ്ഞാ മതി അച്ഛാ. ഒരുപാട് പാപങ്ങൾ ചെയ്തവളാണല്ലോ ഞാൻ. അപ്പോ അതിന്റെ ഒരു പരിഹാരത്തിനായിട്ട്. ആര് പാപം ചെയ്ത കാര്യാടാ മനോഹരവിളി പറയുന്നേ? അയ്യോ, എന്റെ അമ്മയുടെ ഒരു ചെവിയേ. അമ്മേ, ഞങ്ങള് 3 മഹാപാപികളാണല്ലോ ഈ വീട്ടിലുള്ളത്. ഞാനും എന്റെ ഭാര്യയും എന്റെ മരുമോളും. അപ്പോ ഞങ്ങള് 3 പേരും ഇന്ന് ചെയ്ത പാപത്തിന്റെ ലിസ്റ്റ് ഒന്ന് എടുക്കുമായിരുന്നു. ഞാൻ ഇന്നേ ഒരു 26 പാപം ചെയ്തു. പാർവതിയാണെങ്കിൽ 25. ദേവികമ്മോള് ഞങ്ങളെ 2 പേരെയും കടത്തി വെട്ടിയിരിക്കുക. 33.5. അല്ലല്ല, 33.75 മോളെ. 33.75 ഓർപ്പിക്കാം. 3 നേരം. നായരും അച്ചി മരുമോളും കൂടെ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. എന്തോ കള്ളത്തരം ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നമ്മേ, ദേവികമ്മോള് 3-4 അമ്പലങ്ങളിൽ തൊഴാൻ പോണോന്ന് പറഞ്ഞു. അതേക്കുറിച്ച് പറയുമായിരുന്നു. ആരുടെ തല പോകാൻ പ്രാർത്ഥിക്കാനാ? ആരുടെയും തല പോകാനല്ല, ഞങ്ങളുടെ 3 പേരുടെയും തല കാത്തുരക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അല്ല, നിങ്ങൾ 3 കൂടെ ആണോ പോകുന്നേ? തീരുമാനമായിട്ടില്ല. ചിലപ്പോ അങ്ങനെയായിരിക്കും. പിന്നെ എന്നാ വിശ്വസിച്ച് പോവും? തിരിച്ചു വരുമ്പോ ഈ വീടേ ഇവിടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. അത്രയ്ക്ക് നല്ല അന്തക വിത്തല്ലേ ഈ വീട്ടിനകത്ത് താമസിക്കുന്നേ. അവൻ ആരെയെങ്കിലും കൊണ്ടുവന്ന് ഒരു കള്ളപ്രമാണം ഉണ്ടാക്കി ഇത് വിറ്റാലേ ഞാൻ എന്നാ ചെയ്യും? ആ ഒരു പേടിയുണ്ടോ ഞാനെങ്ങും പോവാത്തെ? എന്തായാലും ഇവളുടെ യാത്രയിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് എനിക്കറിയാം. ഇവളെ അമ്പലത്തിലേക്കൊന്നും ആയിരിക്കില്ല പോകുന്നത്. വല്ല ദുർമന്ത്രവാദികളെയും കാണാനായിരിക്കും ആഭിചാരം ചെയ്യാൻ. അല്ല, ചെയ്തോ എല്ലാം ഒരു ദിവസം തിരിച്ചടിക്കും, അത് ഉറപ്പാ. സർ, സാറ് പറഞ്ഞ സംശയം ശരിയാണെന്ന് തന്നെ എനിക്കും തോന്നുന്നത്. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സാർ ഏൽപ്പിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി ശരിയായ രീതിയിൽ കോടതിയിൽ വാദിച്ചില്ല എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. ബാർ അസോസിയേഷനിൽ അങ്ങനെ ഒരു ടോക്കുണ്ട്. ഇത് ഞങ്ങളുടെ തൊഴുത്തിൽ കുത്താണെന്നൊന്നും സാർ കരുതരുത്. അറിഞ്ഞ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ സർ, ഞാൻ വിളിച്ചോളാം.
ഹലോ, എന്നതാ വക്കീലേ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. ഒന്നുമല്ലെങ്കിലും നമ്മളൊക്കെ ബന്ധുക്കളും കുടുംബക്കാരാവാൻ പോകുന്നവരല്ലേ. ഏത് വകുപ്പില്? അല്ല, ഞാൻ നിത്യ കല്യാണം കഴിച്ച് സുധിസാറിന്റെ വീട്ടിലേക്ക് കയറുന്നു. സുധിസാറിന്റെ വീട്ടിൽ നിന്ന് ദേവിക എടുത്ത് വക്കീലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്കൊരു ബന്ധമൊക്കെ ഇല്ലേ വക്കീലേ? ആ, ഒരാള് സംസാരിക്കാൻ വരുമ്പോ അങ്ങനെ അങ്ങ് പോവല്ലേ വക്കീലേ? ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണ്ടേ? പരസ്പരം സംസാരിക്കാനുള്ള വിഷയങ്ങളൊന്നും നമുക്കിടയിലില്ലല്ലോ. എനിക്കുണ്ടെങ്കിലോ? ഇനി വിഷയമില്ലെങ്കിൽ തന്നെ നമുക്കുണ്ടാക്കാം വക്കീലേ. വിഷയം ഉണ്ടാക്കുന്ന കാര്യത്തിലേ ഞാൻ ഭയങ്കര മിടുക്കനാ. വക്കീലിന്റെ ഒരു കഷ്ടപ്പാടാണ് ഞാൻ ഓർക്കുന്നത്. ഓ, എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. നിരഞ്ജൻ ഡോക്ടറെ കേസിൽ നിന്ന് രക്ഷിക്കണം, അക്ഷര മാഡത്തെ ആശ്വസിപ്പിക്കണം, ദേവികയെ പ്രേമിക്കണം, അതിന്റെ കൂടി ഇപ്പതേ ആ പൊന്നുമണിയും കൊച്ചിനും കൂടി ഏറ്റെടുത്തിരിക്കുന്നു. വക്കീലിനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നതൊക്കെ? നിന്റെ സംസാരത്തിന്റെ ധ്വനി എനിക്ക് മനസ്സിലായി ശരത്തെ. പക്ഷേ ഇത്തരം ഒരു സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. അറിയാലോ, പലതവണ ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഉറച്ചിട്ടുള്ളതാണെന്ന്. പലതവണ ഉരച്ചിട്ടുണ്ടെങ്കിലും കത്തി പടർന്നിട്ടില്ലല്ലോ. ഇനിയിപ്പൊ അങ്ങ് കത്തിക്കാൻ തന്നെ തീരുമാനം. വക്കീലെ, ഞാൻ വന്നതേ വഴക്കിനല്ല. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ലോക കുഴപ്പക്കാരനാണ്. അങ്ങനൊന്നുമില്ല. ചില ചെറിയ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ട്. പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത കാമുകമാരും ബന്ധുക്കളും. അതൊക്കെ എന്റെ പേഴ്സണൽ മാറ്ററാണ്. അത് എനിക്കറിയേണ്ട കാര്യമില്ല. ശരത്ത് എന്നോടത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഇടപെടേണ്ടി വരുന്നത്. വക്കീലിന് ബുദ്ധിമുട്ടുണ്ടാവാൻ വക്കീലിന്റെ അനിയത്തെ ഞാൻ പ്രേമിച്ചു? ഇല്ലല്ലോ. ശരത്തെ, ഈ സംസാരം ഇവിടെ നിർത്തിയേക്ക്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞ ഒന്ന് പൂർത്തിയാക്കട്ടെ വക്കീലേ. അങ്ങനെ എല്ലാ കഥയിലും ഞാൻ വില്ലനാണെന്ന് കരുതി വക്കീലെ എല്ലാ കേസ് ഏറ്റെടുക്കാനും ബാധിക്കാനും ഒന്നും നിൽക്കണ്ട. മനസ്സിലായോ? പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല വക്കീലെ, ധൃതി വെക്കല്ലേ. ഇപ്പോ പൊന്നുമണിയുടെയും കുഞ്ഞിന്റെയും കേസ് വാദിക്കാനായി സിദ്ധാർത്ഥ വക്കീല് വനിതാ വക്കീലിനെ തപ്പുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ വക്കീൽ ഒരു കാര്യം ഓർക്കണം. വക്കീലിന്റെ വാർഡിലും വീട്ടുപരിസരത്തുമൊക്കെ എനിക്ക് ആൾക്കാരുണ്ട്. എല്ലാം നല്ല അറുക പീസുകൾ. വെറുതെ ഉള്ള സമാനം കളയണമെന്ന് വക്കീൽ ആലോചിക്ക്. എന്നെ സംബന്ധിച്ച് തുനിഞ്ഞിറങ്ങിയാ പിന്നെ തുടച്ചു നീക്കിട്ടേ ഞാൻ കയറൂ. അതാ എൻ്റെ ഒരു രീതി.